ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പെരുന്നാൾ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ നീച്ചാണ് കുറച്ച് നേരം വൈകി. അവിടെ തെക്ക് ബീർ കൊടുക്കണ്, നേരെ പള്ളിയിൽ പോകാൻ അയക്കണ്. അപ്പോൾ ഇതിനെ നമ്മളെ വലിയാക്കാൻ നല്ല ഗൾഫിൽ നിന്ന് തന്നാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നാണ്. ജബീക്കെ എനിക്ക് മടിയാണ് ക്യാമറയ്ക്ക് നോക്കാൻ വേണ്ടിട്ട്. അല്ലേ മാമ? ഞങ്ങളെന്നാ പള്ളി പോയേക്കടെന്നാ അങ്ങോട്ടാ വേഗം പാടാ, ടൈമില്ല. ഒരുങ്ങി തൊഴിൽ നിൽക്കുക. അമ്മ ഞങ്ങൾ പോയിട്ട് വരാം. ലിമോ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. ഗൈസ്, ഒന്നാമത് നേരം വൈകണം, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് എന്തായാലും പള്ളി കഴിഞ്ഞ് നിന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. പറഞ്ഞോട് ഗൈസ്. അപ്പോൾ നിസ്കാരം അവിടെ തുടങ്ങിയിരിക്കുന്നു. ഗൈസ് നിസ്കാരം തുടങ്ങിയിരിക്കുന്നു, വേറെ ഒന്നും കളിക്കരുത്. അങ്ങനെ ഗൈസ് നമ്മൾ റിട്ടേൺ പെരയിലെത്തി. നമ്മൾ പെരുന്നാൾക്ക് പോയത് ഈ ഡ്രസ്സ് ഇട്ടിട്ടല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളപ്പോ എന്താ പറയാ, ആ ഉറക്കത്തിൽ നീച്ച് ടൈമില്ലേ അറിയോ, നമ്മളോട് ഇന്റെ കാക്കാനെ വിളിച്ച് ചോദിച്ചു പോകാൻ പറഞ്ഞത് പറഞ്ഞത്. പിന്നെ പോകാൻ വിളിച്ചു പറഞ്ഞ 7:00 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത് 7:29 ഞങ്ങൾ ഇറങ്ങിയത്. അപ്പൊ പെട്ടെന്ന് ഇടാനുള്ള ഡ്രസ്സും ടൈം കിട്ടിയില്ല. ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങളോട് പോയി. നേരെ അവിടെ എത്തിയപ്പം നിസ്കാരം അവിടെ തുടങ്ങുകയാണ്. ഇമ്മേ കിട്ടലാണ്. നേരം വൈകി നീച്ചു. പിന്നെ ആക്കണം ഇവിടെ ആക്കണം, വെല്ലുമാക്കണം, ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആക്കി ഒത്തിരി. എങ്ങനെയുണ്ട് മമ്മ? അടിപൊളി കളറായിക്കല്ലേ. എന്നാ വരി, പുറത്തേക്ക് ഇറങ്ങി. കറുപ്പൊന്നൊരു ചെറിയൊരു മാറ്റല്ലേ അല്ലേ ഗൈസ്? എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയട്ടോ. ഇതെന്താ ഇവിടെ ഒരു പൊടിയൊക്കെ പൗഡർ ഇട്ടതോ? മമ്മ അതിന്റെ അടി കൂടെ പൗഡർ ഇട്ടിട്ടുണ്ട് മൊത്തത്തൊക്കെ. കഴിഞ്ഞു. ഓക്കെ സെറ്റ്. ഗൈസ്, വല്യമ്മാന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. പുറത്തേക്ക് ഇറങ്ങി വെളിച്ചത്തേക്ക് വരിമ്മ. പൗഡർ ഇട്ടാണ്ട് കുത്തിരിക്ക അവിടെ. വെളുത്തിട്ട് പാളാൻ നോക്കാം. അവിടെ ഇട്ടാണി അവിടെ യാ മോനെ. ഗൈസ് ഇങ്ങനെയാണ് കേട്ടോ ഇമ്മ പൗഡർ ഇടല്. ഇങ്ങനെയാണ്, വലിയ മേക്കപ്പ് ഒന്നുമില്ല, തുള്ളി പൗഡർ ഇങ്ങനെ. അതെ, അത് മാത്രം മതിയല്ലോ അല്ലേ? എന്തിനാ ഓവറായിട്ട്, എന്തിനാ ഒരുപാട് തന്നെ മതിയല്ലോ. പിന്നെ ഗൈസ്, ഈ പെരുന്നാൾക്ക് നമുക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ ഇവിടെയാണ് നമ്മൾ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കല്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ആപ്പാപ്പനോടെ പോവാം അല്ലേ മമ്മ? മകന്റെ കൂടെ പോവാണ്. അതായത് പിന്നെ ആപ്പാപ്പാന്റെ മോനും വന്നിക്കണ്. അപ്പൊ ഓൻ പറഞ്ഞു ഇന്ന് നമുക്ക് അവിടെ ആക്കാന്ന് പറഞ്ഞോണ്ട് നമ്മൾ അങ്ങോട്ട് പോകണേ. നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ മമ്മ? ഒന്നും ഉണ്ടാക്കില്ല, ചായ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. രാവിലെ ചായ മാത്രം. ചായ പോലും ഞങ്ങൾ കുടിച്ചാണ് വണ്ടി പോയത്. പിന്നെ ഗൈസ്, ഉമ്മാന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് പറ. എവിടെ കുറച്ച് വിട്ടിക്കുന്ന എന്നിട്ട് ഉമ്മാന്റെ ഡ്രസ്സ് കമന്റ് ചെയ്തിട്ട് എല്ലാരും. പിന്നെ ഇതാണ് ഉമ്മച്ചിന്റെ ഡ്രസ്സ്. ഉമ്മ അങ്ങോട്ട് നിന്നാണ്. ഇതാണ് ഉമ്മച്ചിന്റെ ഡ്രസ്സ്. എല്ലാരും കമന്റ് ചെയ്യാ. പിന്നെ ഒറ്റക്കല്ലോ നമ്മള് പോണത്. ഒറ്റക്കല്ല പോണത്. നമ്മളെ ഒപ്പം ഒരാളെയും കൂടി നമ്മൾ കൊണ്ടുപോണ്ട്. നമ്മളെ ലിമുക്കുട്ടീനെ കൊണ്ടുപോണ്ട്. എന്താ ലിമോ എന്താ പറയാനുള്ളത്? ഞാനിവിടെ ഒന്നുമില്ല ഗൈസ്. ഓൾക്ക് എങ്ങനെ ഓൾക്ക് ഇവിടെ തീറ്റൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ പോവാണ്. ഇനിയിപ്പോ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മള് വൈകുന്നേരം വരുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മളെ പെരുന്നാള് നമ്മളെ ആപ്പാപ്പാന്റെ കൂടെ വെച്ചിട്ടാണ്. ലിമൂന് എന്താ പറയാനുള്ളത്? നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ? എന്ത് പറഞ്ഞ ഓളൊന്നും പറയാനില്ല. ഓള് ആകെ അന്തം മുട്ടിക്കാണ്. ഓട്ടോറിക്ഷക്കാണ് പോണത്. ഈ വണ്ടി നേരെ അങ്ങോട്ട് കേട്ടിട്ട് നമ്മള് നേരെ ഓട്ടോറിക്ഷക്കാണ് പോണത്. ഓട്ടോറിക്ഷക്കാരെ വിളിച്ചിക്കണ്, അയാളിപ്പോ വരും. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർ താഴെ എത്തിക്കണേ. ഉമ്മമാക്കണ മുമ്പിൽ അടക്കുന്നുണ്ട്. നമ്മളൊരു വണ്ടി കൂടി കൈ പിടിക്കണ്ടേ. കാരണം അവിടുന്ന് എവിടേക്കെങ്കിലും പോകേണ്ടി വന്നു. കാരണം പെരുന്നാളല്ലേ. അപ്പോൾ എവിടേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എന്തായാലും വേണം. അപ്പോൾ ഒരു വണ്ടി കൈ പിടിച്ചിട്ടുണ്ട്. ഇമ്മാനും ഇമ്മമാനെയും ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. വണ്ടിയിലല്ലേ. അപ്പൊ നമ്മള് നേരെ ആപ്പാപ്പാന്റെ കൊടുക്ക്, മകന്റെ കൊടുക്ക്. അപ്പൊ നമുക്ക് ഇനി നേരെ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളിവിടെ അമ്മായിന്റെ കൂടെ ലിമൂനെയും കൊണ്ട് നമ്മള് വരികയാണ്. ഇവിടെ ഇപ്പൊ ഇവിടെ എപ്പോഴെത്തിയാണ് ചോറുന്നല്ല തുടങ്ങിയോ? ഇപ്പൊ എപ്പോഴെത്തിയാണ് ചോറുന്നല്ല തുടങ്ങിയേ? ഷെഫീക്കെ എന്തി മുണ്ടാ മാറിക്കണേ? ഇതാണ് ഞങ്ങളെ ആകെ കാക്ക എന്ന് പറയുന്നത്. ഫുഡ് കഴിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പക്ഷെ ചോദിച്ചു നോക്കാം. ചെക്കന് കല്യാണാണ്. പെണ്ണാരാന്നറിയില്ല അല്ലേ? പെണ്ണ് നോക്കണ, പക്ഷെ പെണ്ണ് ഇട്ടിട്ടില്ല. നോക്കണ്ട ഇൻഷാല്ലാ. നല്ല കുട്ടികളെ കിട്ടണം. എന്തിനും പറഞ്ഞു ഒന്നുമില്ല, മടിച്ചു മാറിക്കല്ലേ. ചെക്കനും മടിയാണ് കേട്ടോ.
ഗൈസ് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചാണ്ട് കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പത്തിന് കുറച്ച് അത്യാവശ്യം ടൈം കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പെങ്ങളും ഇതാക്കണേ രണ്ടാമത്തട്ടോ. അതെന്താ അറിയോ, ഞങ്ങൾ ഇതിന്റെ അടിക്കടെ ചെറുതായിട്ട് ഞങ്ങൾ കൂട്ടുകാരന്മാരെ പെരീക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എങ്ങനെ നാളല്ലാത്തൊരു ചെറിയപ്പോ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല, ഞാൻ രണ്ടട്ടം വന്നില്ല, നിങ്ങളപ്പോ കഴിക്കാ മത്സരിച്ചാണ്ടി വന്നിക്കാണ്. പിന്നെ അതൊന്നല്ല, മെയിൻ വേറൊരു കാര്യമുണ്ട്. നമ്മളെ കാണാൻ വേണ്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടിട്ട് കൊണ്ടോട്ടിന്ന് 2 ചെക്കന്മാര് വന്നാണ്. ആളെ കാട്ടി തരാം. ഞങ്ങളോടുണ്ട് 2 ആൾക്കാര്. ഇവിടുന്ന് വരുന്ന പറഞ്ഞോടിക്ക് ഇവര് ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് വന്നാണ്. ഇവര് നേരെ നമ്മളെ പെരീക്കാണ് പോയത്. നിങ്ങള് എപ്പോഴെത്തിയത്? 2:30 ടൈമിലെത്തിക്കണേ. 5:30 ടൈമായി. ഞങ്ങള് കൂട്ടുകാരന്മാരെ പെരീക്ക് പെരുന്നാളല്ലേ ഫുഡൊക്കെ കഴിച്ചാൻ വേണ്ടി പോയതാണ്. അപ്പൊ വന്നപ്പോഴാ ഉമ്മ വിളിച്ചറിയണേ ഇവര് ഇവിടെ എത്തിക്കണെന്ന്. പിന്നെ ഞങ്ങള് നേരെ അങ്ങോട്ട് പോകുന്നു. ഏകദേശം 1.5 കിലോമീറ്റർ അല്ലേ, അല്ല 1.5 മണിക്കൂറല്ലേ ഇങ്ങോട്ട്? 1.5 മണിക്കൂർ അല്ലേ? 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നിൽക്കാം. ഏതല്ലേ ഇവര് നമ്മളെ പെരിയിലല്ലേ ഒന്ന് പെരുന്നാള്, ഇവിടെയാണല്ലോ. ഇവർക്ക് ഈ സ്ഥലം ഒന്നും അറിയില്ല. എന്നിട്ട് അവിടെ താഴത്തൊക്കെ ചോദിച്ച് പോയി അങ്ങാടിന്ന് കൊണ്ടുവന്നു. എന്റെ കണ്ണോട്ടോ, ഉമ്മാന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കാണ്. ഇവര് നേരെ നിങ്ങള് ആദ്യം പെരി പോയപ്പോ എന്താ വിചാരിച്ച്? പെര പൂട്ടി കിടന്നപ്പോലെ തോട്ടം കാണാം, പൂച്ചാളെ കൊഞ്ചിച്ചണം, അതൊക്കെ വിചാരിച്ചാണ്ട് വന്നാണ്. അവിടെ എത്തിയതിനൊത്തത്തിൽ പൂട്ടി വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ അവൾക്ക് ആകെ ഫീൽ ചെയ്ത് ഒറ്റക്ക് തിരിച്ചുകൊണ്ട് കാണാതെ. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇവര് 5:30 വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങളെ കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ സെറ്റല്ലേ എന്തല്ലേ? നമുക്ക് ഞാൻ എന്തായാലും ഇനി നേരെ പെരി പോയേക്കണം. ഇവർക്ക് നമ്മളെ പെര കാണാൻ പറയുന്നുണ്ട്. ഇനി ഇവരെയും കൊണ്ടാണ് പെരി പോയേക്കാം. പോയല്ലെന്നാ പെരി പോയേക്കാം. പരിപാടി നേരെ പെരി പോണ്ടേ? ഇതെന്തിനാണ് കണ്ണോട്ടന്മാരെ മൈക്ക്? വന്നുള്ളൂ. ഇത് രാവിലെ തൊട്ട് മെയ്ത് കയറിയാണ് ഇതുവരെ ഇതൊന്നും ഇറങ്ങിയിട്ടില്ല. ലിമോ അല്ലേ? ഉറക്കമല്ല കൊണ്ട് ഞാനോ ഓളറങ്ങട്ടെ വെച്ചപ്പോ ഞാനോ ഉറങ്ങി. നമ്മളെ നബിയില് ഈ ഷോട്ടിയാ മതി കേട്ടോ. എല്ലാവർക്കും ഈദ് മുബാറക്. മതി, അത്ര മതി. നീ നേരം നീ പെരി പോയല്ലടാ, ചെറിയ രീതിയിൽ എടുക്കാണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളിവിടെ ഇത് വേറെ എന്തോ ഒരു പരിപാടി നടക്കണ്ടേ. ഇതെന്താ സംഭവം? എന്താ കണ്ണോട്ടന്മാരെ എന്താ സംഭവം? എന്താ ഫോട്ടോ? എടാ ഒരു ചെറിയ കണ്ണടി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തത്തമുഖം കൂടി വെച്ചു കൊടുക്ക്. ലിമോ ഇപ്പഴത്തേക്ക് തിരിഞ്ഞു തന്നാ. അങ്ങനെന്നോ ഓക്കെ. തമ്മിലല്ലേ? കുറച്ച് നേരത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇനി പെരീക്ക് പോകാൻ നിൽക്കണം. നമ്മളിപ്പോ പോകുന്നത് രാവിലെ പോകുന്നതാണല്ലേ? ലിമൂന് അവിടെ വെച്ചിക്കണ്, അവിടെ ഉണ്ട്. നമ്മൾ നേരെ പെരീക്ക് പോകാൻ നോക്കണേ. നമ്മൾ ഒറ്റക്കല്ല ഇതാക്കണം, മറ്റോലും കൂടി ഉണ്ട്. ഓല ഇതാക്കണം, അവിടെ ഇരിക്കുന്നുണ്ട്, പോസ്റ്റായി കുത്തിരിക്കണേ. ഓലയും കണ്ടാണ് പെരി പോകണം. പെരി പോയേക്കല്ലേ നമ്മ പെരീക്ക്? അല്ല ഓട്ടോറിക്ഷ പോകേണ്ടത്. ഓട്ടോറിക്ഷ പോണേ? ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബൈക്കുമ്പോ ട്രിപ്പ് അടിക്കാം. ട്രിപ്പ് അടിച്ചാ പോരെ? എന്നാ വണ്ടി പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നേരെ ഇനി പെരി പോയോക്കാം. ഇതുണ്ടോ പെരീക്ക്? അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഇപ്പൊ ഉണ്ടാവില്ല. ഇനി ഇവരെയും കൊണ്ടാണ് പെരി പോയേക്കണം. ഓൾക്ക് നമ്മളെ പെര കാണാന്ന് പറഞ്ഞാണ്. ഇനി അപ്പൊ ഓലയും കൊണ്ടാണ് പെരി പോയേക്കാം. പോലെന്നാ പോവാ. അങ്ങനെ നമ്മളിവിടെ പെരിയിലെത്തി. മമ്മ എങ്ങനെയുണ്ടായിനി പെരുന്നാള്? പെരുന്നാൾ എന്നും ഉണ്ടാവണം വായിക്കേണ്ട പെരുന്നാൾ അല്ലേ? ഉണ്ടായിനി, നമ്മളെ വലിയ കാക്ക ഉണ്ടായി അല്ലേ? അല്ലേ മാമ? എന്താ പറയല്ലേ? അടിപൊളിയാണ്. ഉണ്ടായിട്ടില്ലല്ലോ കഴിഞ്ഞ ഉണ്ടായിട്ടില്ലല്ലേ? ഒരു പെരുന്നാൾക്ക് ഓണം കൂടാൻ പറ്റിയിട്ടില്ലേ? ഈ പെരുന്നാൾക്ക് ഓല്ല, നീ പോയില്ലേ? ഈ പെരുന്നാൾക്ക് ചെറിയൊരു മോൻ കാട്ടിയാണ് പോയി. ചെക്കന്മാരൊക്കെ വന്നപ്പം ദുബായിന്ന് വന്നില്ല. അപ്പം ചെക്കന്മാരൊക്കെ വന്നപ്പം ഫുള്ള് കറങ്ങടൊക്കെ ആയി, അങ്ങനെ തിരക്കൊക്കെ ആയി. പിന്നെ മറ്റൊരു ഉണ്ട്, ഉമ്മ അവിടെ വള്ളം കളിക്കാൻ നിൽക്കാണ്. ഉമ്മ വള്ളം കളിക്കുന്ന ഒരു അമ്മളെയും ഇതാക്കിയാണ് ഒരു കൊണ്ടോട്ടിന്നാ പോകുന്നത്. അത് സ്കൂട്ടി അമ്മാതിരി പൊരി വെയിലെത്തി. എത്ര 2:30 എത്തിക്കണോ? 5:30 വരെ ഞങ്ങളെ കാത്തു കുത്തിരിക്കുക. ഇങ്ങോട്ട് വന്നിട്ട് എവിടെയാന്ന് വെച്ചാൽ ഇവിടെ വന്നിങ്ങാണ്ട് പേരോലിക്ക് കാണണം.
ഇവിടെ ഒന്ന് പെര കൂട്ടി കിടക്കാണ് ഇതൊക്കെ വേറെ ഉണ്ടോളി ഇതാക്കണ് ഉമ്മ അപ്പൊ ഇതിന് വെള്ളം കൊണ്ടുവന്നാണ്ട് കൊടുത്തു ഓലിക്ക് ഉമ്മമ്മടെ വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കല്ലേ ഞങ്ങളെ മെയിനായിട്ടുള്ള സ്ഥലമാണ് ഇവിടെയാണ് വീട് എടുക്കുന്ന സ്ഥലം പിന്നെ അവിടെ പിന്നെ താഴെ അപ്പൊ ഓരോരുത്തരും നേരെ ഇവിടെ ഉണ്ടായിന് ഇനി ഓല് പോകാണല്ലോ അല്ലെ അമ്മ ഓല് പോകാണെന്നല്ലേ പറഞ്ഞേ അല്ലേ രാവിലെ പോലെ ഓല് ഇപ്പൊ അവിടെ തന്നെ രാത്രി ഇപ്പൊ തന്നെ ഇറങ്ങാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8:30 ആകുമ്പോൾ എത്തുള്ളൂ കാരണം 6:45 ഇപ്പൊ തന്നെ ഇനി നേരെ ഓക്കെ അപ്പൊ ഇൻഷാല്ലാ ഇനി വരുവണ്ടി കേട്ടോ അതല്ല ഏട്ടൻ പറഞ്ഞപ്പോ ഓന് ഏതാ ഓന്റെ ഏട്ടന്റെ കാര്യം പറഞ്ഞേ വിളിച്ചാ ഓക്കെ ഓക്കെ അടുത്ത പ്രാവശ്യം കാണാൻ മറ്റേ കടി എന്തെങ്കിലും ഉണ്ടോ പിന്നെ അവിടുന്ന് ചോറുന്ന അമ്മായിന്റെ അവിടുന്ന് പിന്നെ കട്ടൻ ചായ പിന്നെ ഇത് നമുക്ക് ചോറ് നമുക്ക് ഇനി ഇവിടെ ഉണ്ടാക്കിയിട്ടാണോ അപ്പൊ നോക്കേന്നാ അടുത്ത പ്രാവശ്യം കാണാൻ ഓല അങ്ങനെ പോയി നമ്മൾ ആകെ കുഴങ്ങിക്കണം കേട്ടോ ഇന്ന് ആയിക്കോട് കൂടെ ഒക്കെ പെരുന്നാളായണ്ടേ ആകെ തെണ്ടി പോയിട്ട് ആകെ കുഴങ്ങിണ് എന്താ മമ്മക്ക് അറിയാലേ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി വന്നേ ഇന്നലെ രാത്രി വലിയ കാര്യമായിട്ട് പരിപാടി എങ്ങനെ ഞങ്ങള് ഇവിടുന്ന് പോയി അവിടെ തന്നെ ഇരുന്നിട്ട് പോകാൻ പറ്റില്ല ഞങ്ങളെ ആപ്പാപ്പാനോടല്ലേ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ചെക്കന്മാരെ പെരി കൂടെ ഒക്കെ പോയി വന്നപ്പോത്തിന് അപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് ഇവിടെ ആൾക്കാർ ഞങ്ങള് പോകാതെയും പോയി പക്ഷെ ലിമൊന്ന് കൊറേ നേരം പുറത്തു കൂടെ അങ്ങോട്ട് കൂടുന്ന ഉറങ്ങി കടക്കിയില് മോനാണെന്ന് പെരുന്നാള് അതെ ലിമൂന്ന് വെള്ളിയാഴ്ച വലിയ ഓക്കാണെന്നായത് കാരണം എന്റെ തോൾ തന്നെയല്ലേ ക്ലീൻ ആക്കണം എന്തോ പരിപാടിയിലാണ് ആള് ഇല്ല ലിമോ നമുക്ക് എന്നാ വീഡിയോ അതിന്റെ പേരല്ലേ ഇന്നത്തെ നമ്മളെ വ്ളോഗ് അറിയുന്നത് ചെറിയൊരു പെരുന്നാൾ വ്ളോഗാണ് അതായത് ജസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യമായിട്ട് നമ്മക്കല്ല നമ്മൾ ഇന്ന് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മള് പെരുന്നാൾക്ക് അവിടെയാണ് ഞങ്ങൾക്ക് ഇനിയിപ്പോ ഫുഡ് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ ഒന്നാമത് ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി ഫുള്ളായിക്കൂടെ ഇതൊക്കെ എന്തിനാ നമ്മള് പോയത് എന്തിനൊക്കെ പോയി ഇന്നലെ അങ്ങനെ ഫുള്ള് കറക്കായി അതെ പിന്നെ പോരാതെ ഇന്നലെ നട്ടപ്പാതിരാക്കാൻ ഓർമ്മ വരുന്നേ ഇമ്മമാരുടെ ഡ്രസ്സ് അവിടെ അടിച്ചാൻ കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല എന്നിട്ട് അത് പോയാണ്ട് കൊണ്ടുവന്ന് നിൽക്കുകയാണ് അത് ഞങ്ങൾ ഇവിടെ ഇന്നലെ ഇവിടെ പെരിക്ക് എത്തിയപ്പത്തിന് ഏകദേശം 3 മണിയായി പിന്നെ രാവിലെ നീച്ചാണ്ട് എപ്പോഴാണ് ഞങ്ങള് നീച്ചത് 7:15 7:00 നിസ്കാരാണ് 7:15 എന്നിട്ട് നീച്ചണേ 7:55 ആ എന്നാ അതിന്റെ പകന് ഉമ്മക്ക് ചോറുണ്ടാക്കണ്ടേ ഇവിടെ ഒന്നും തിന്നാലേ പയ്യനെ അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ് പ്രാങ്കിന്റെ വീഡിയോയില് ലേസ് കണ്ടപ്പോ ലേസും കൊണ്ടുവന്നാണ് മമ്മാക്ക് ലേസ് ഇഷ്ടമാണ് വിചാരിച്ചിട്ട് കൊഴങ്ങിട്ടോ നല്ല ശരിയുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരെ പെരിയൂടൊക്കെ പോയാണ്ട് ആകെ കൊഴങ്ങുന്നു സത്യം പറയാലോ ആകെ കൊഴങ്ങുന്നു കാരണം വെയിൽ കൊണ്ട് നടന്നിട്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരു എല്ലാവർക്കും ബൈ ഗൈസ് അടുത്ത വീഡിയോയിലേക്ക് കാണാം അല്ലേ മമ്മ എല്ലാവർക്കും അസ്സലാമലൈക്കും എന്നാ ലേസ് പിന്നെ നിന്നാ